പ്രൈസ് ലോഡ്, പ്രൈസ് ലോഡ്. കർത്താവിന് മഹത്വം. എല്ലാ ദൈവമക്കളെയും എല്ലാ ദൈവദാസന്മാരെയും നിങ്ങളെല്ലാവരും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കുമായി ദൈവത്തിന് എല്ലാം മഹത്വം അർപ്പിക്കുന്നു. ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ദൈവമക്കൾ സോറി വിശേഷാൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ, പ്രിയ ബെൻസം പാസ്റ്റർ, കർത്താവിൻ്റെ ദാസനോട് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് റിവ്യൂ ലീഡ് ചെയ്ത പ്രിയ നിജിൽ നായ് സ്തോത്രം. പ്രിയ മകനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒത്തിരി സന്തോഷം. വീഡിയോ ഓൺ ചെയ്തവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്യാത്തവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. വീഡിയോ ഓൺ ചെയ്യാത്തവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു, കഴിയുമെങ്കിൽ നിങ്ങളുടെ വീഡിയോകളൊക്കെ ഓൺ ചെയ്താൽ വളരെ സന്തോഷമായിരുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാം, ദൈവവചനം എഴുതിയെടുക്കാം. അതിനു വേണ്ടിയിട്ടൊക്കെ ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവവചനം പഠിക്കുക, ദൈവവചനം എഴുതിയെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ അത് വലിയ നന്മയായിത്തീരും. ഓക്കെ, നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് തുടർന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകാം. കർത്താവിൻ്റെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ തുടക്കം നമ്മളിട്ടു. ഇന്ന് രാത്രിയിൽ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടി പോവാം. കർത്താവിന് സ്തോത്രം. സൂക്ഷിക്കാൻ തുടങ്ങുമ്പോഴത്തേന് കരണ്ടും പോയി രാത്രിയിൽ. റൈറ്റ്, ഓക്കെ, റൈറ്റ്. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയമായിരുന്നല്ലോ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ. ഇതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം, ഈ ഒരു കാര്യം ഞാൻ സ്ലൈഡ് കവർ ചെയ്തു, ഇവിടെ എല്ലാം കവർ ചെയ്തു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ നിന്നാണ് ചിന്തിച്ചത്, അല്ലേ? യാക്കോബിൻ്റെ ചരിത്രത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സമയം പോകുന്നു, നമുക്ക് പിന്നീട് അത് ചിന്തിക്കാമെന്ന് പറഞ്ഞത് വെച്ചു, അല്ലേ? നമ്മൾ ഇന്ന് രാത്രിയിൽ യാക്കോബിൻ്റെ ചരിത്രത്തിൽ നടന്ന ദൈവത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ മുമ്പിലോട്ട് കേൾക്കാൻ വേണ്ടി പോവാം. ഒരിക്കൽ കൂടെ അതിന് മുന്നോടിയായി ദൈവമക്കൾക്കെല്ലാം ഇത് ആഴത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വരട്ടെ. ദൈവവചനത്തിൽ സുരക്ഷയ്ക്ക് ഭയങ്കര പ്രാധാന്യതയാണ്. കർത്താവിൻ്റെ കാവലില്ലാതെ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ, ഈ വഞ്ചന നിറഞ്ഞ ഭൂമിയിൽ, ഈ ചതി നിറഞ്ഞ ഭൂമിയിൽ നിങ്ങൾക്കറിയത്തില്ല ആരെ വിഴുങ്ങണമെന്ന് ചുറ്റിത്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കുന്ന കള്ളനുള്ള, വഞ്ചകനുള്ള ഭൂമിയിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് രാജ്യത്തായിരിക്കട്ടെ, ഏത് മിനിസ്ട്രിയോ ജോലിയോ ബിസിനസ്സോ എന്തും ചെയ്യുന്നവരാകട്ടെ, ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരാൻ പറ്റത്തില്ല. എത്ര മനോഹരമായിട്ടാണ് ബൈബിൾ അതിനെക്കുറിച്ച് ചിത്രീകരിക്കുന്നത് അറിയാമോ? എത്ര ആഴമായിട്ടാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ, എൻ്റെ കൂടെ അറിയാവുന്ന ദൈവമക്കൾ ഒന്ന് ഉരുവിട്ടാട്ടെ, യഹോവ വീട് പണിയുന്നവർ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കും. എന്തോ ഉണ്ടെങ്കിലും ദൈവം ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല. എത്രയോ കുടുംബങ്ങൾ, ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയും സ്ഥിരം യാത്ര ചെയ്യുകയും പ്രത്യേകിച്ച് അനേക കുടുംബങ്ങളെ കാണാനും ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം കാണുമ്പോഴെല്ലാം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ കാവലില്ലാതെ ആരൊക്കെ ഓടിയിട്ടുണ്ടോ, എനിക്ക് ദൈവത്തിൻ്റെ കാവൽ വേണ്ട, ഞാൻ മിടുക്കനാണ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ഇല്ലാതെ ഞാൻ ഇവിടെ വരെ ഓടിയത് എന്നൊക്കെ പറഞ്ഞ് ഓടിയവർ, എന്നൊക്കെ പറഞ്ഞ് കാവലിന് വെളിയിൽ ഓടിയവർ പലരും തകർന്നു പോയി, പലരും ഉടഞ്ഞുപോയി. ഇത് ഒരു 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 ഇമോഷണൽ വേർഡല്ല, ഒരു സൈക്കോളജിക്കൽ വേർഡല്ല. അനേകം എൻ്റെ ഒരു ആയുസ് കൊണ്ട് ഞാൻ ദൈവകൃപയാൽ 10,000-കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ചർച്ചിലാണ് വളർന്നത്. 10,000-കണക്കിന് ആൾക്കാരെ. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ കാവലില്ലാതെ നമുക്ക് ഓടാൻ പറ്റത്തില്ല. ദൈവം നമുക്ക് സുരക്ഷയായി തീരണം. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വളരണോ?
നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെല്ലണം. നിങ്ങളുടെ കുടുംബജീവിതമോ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതമോ, നിങ്ങളുടെ ശുശ്രൂഷയോ സഭയോ എവിടെയെങ്കിലും വളരണം. നിങ്ങൾ ഈ വിഷയത്തിനകത്ത് ആഴത്തിൽ ജമ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, ഡൈവ് ചെയ്തേ പറ്റും. ഡൈവ് അതുപോലെ അതിഗംഭീരമാണ്. ദൈവം കാവല് തരാതെ വളരാൻ പറ്റത്തില്ല. ഏതൊക്കെ തലമുറയിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം ദൈവം സൂക്ഷിച്ചതാണ് കേട്ടോ. ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഇതിൻ്റെ ആഴമേറിയ കാതലായ വിഷയങ്ങളിലേക്ക് വരാം. ഇന്ന് രാത്രി നമ്മൾ യാക്കോബിന്റെ ലൈഫിൽ വാഗ്ദത്തത്തിന് വിളിയുള്ള യാക്കോബിനെ ദൈവം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തെന്ന് കാണാൻ പോവാ. ഉൽപ്പത്തി പുസ്തകം 31:24 വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 31:24 ഒരാൾ വായിച്ച് സഹായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 31:24 വായിച്ചാട്ടെ. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. നീ യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നീ ഒരക്ഷരം പോലും നീ മിണ്ടണ്ട എന്ന് യാക്കോബിനോട് പറഞ്ഞു. നമുക്കിതിന്റെ ചരിത്രങ്ങൾ അല്പം നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ ചരിത്രങ്ങൾ അല്പം ഒന്ന് നോക്കാം കേട്ടോ. എന്റെ സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, 1 മിനിറ്റ് പാസ്റ്റർ. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്റെ സൗണ്ട്? കുറച്ചുകൂടെ ക്ലിയർ ആയോ? ക്ലിയർ. റൈറ്റ്, ഓക്കെ. അതിന്റെ ചരിത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം. യാക്കോബ് അപ്പനോട് കള്ളത്തരത്തിൽ പേര് പറഞ്ഞ്, നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചു, മുന്നോട്ട് വരുമ്പോൾ അത് വേറൊരു ആംഗിളിൽ നമ്മൾ പഠിക്കും. കള്ളത്തരത്തിൽ പേര് മാറ്റി പറഞ്ഞ് യാക്കോബ് അവിടുന്ന് ഓടേണ്ടി വന്നു. നേരെ ഓടിയത് പുള്ളി അരാമ്യനായ ലാബാന്റെ അടുക്കലേക്കാണ്. ഈ അരാം എന്ന് പറഞ്ഞാൽ എവിടാണെന്നറിയാമോ? സ്ഥലം സിറിയയാണ് കേട്ടോ, ഇന്നത്തെ സിറിയ. അരാമ്യനായ ലാബാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്രഹാം ഇവരുടെയൊക്കെ സന്തതികൾ വരുന്നത് അപ്പർ മെസപ്പത്തോമിയ എന്നാണ്. അപ്പർ മെസപ്പത്തോമിയക്കാരാണ് ഇവർ. അതിന് ജനറൽ അപ്പർ മെസപ്പത്തോമിയ അല്ലെങ്കിൽ ലോവർ മെസപ്പത്തോമിയ, അങ്ങനെ ഏതോ മെസപ്പത്തോമിയ തന്നെ അതിൻ്റെ അപ്പറും ലോവറും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലം സിറിയയുടെ ഭാഗമായിരുന്നു. അരാം എന്ന് പറഞ്ഞാൽ സിറിയ. അപ്പം ഇവിടുന്ന് പുള്ളി നേരെ ഓടിയത് അരാമ്യനായ ലാബാന്റെ അടുക്കലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഓടിയത് അമ്മാച്ചൻ്റെ വീട്ടിലോട്ടല്ല ഓടിയത് അവൻ ഏത് സ്കൂളിൽ നിന്നാണ് ഈ കള്ളത്തരവും മിമിക്രി എല്ലാം പഠിച്ചത്, ആ കലാഭവൻ്റെ ഹെഡ് മാസ്റ്ററുടെ വീട്ടിലേക്കാണ് പുള്ളി ഓടിയത് കേട്ടോ. പുള്ളിയെ അവിടെ ഇട്ട് 10 വട്ടം കളിപ്പിച്ച പുള്ളി. അരാമ്യനായ ലാബാൻ 10 വട്ടം കളിപ്പിക്കുകയോ അവൻ്റെ പ്രതിഫലം മാറ്റി. അവൻ്റെ ആടിൻ്റെ പ്രതിഫലം മാത്രം 10 വട്ടം മാറ്റി. 21 വർഷം അവനെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിച്ചു. 21 വർഷം അവനെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ 21 വർഷം സേവിക്കണം കേട്ടോ. എങ്ങനെ 21 വർഷം? ആദ്യത്തെ 7 വർഷം ലേയ്ക്ക് വേണ്ടി, അടുത്ത 7 വർഷം റാഹേലിന് വേണ്ടി, അടുത്ത 7 വർഷം ആടുകൾക്ക് വേണ്ടി, ഇങ്ങനെ 21 വർഷം. 20 വർഷം എത്തിയപ്പോഴത്തേന് പുള്ളി ആകെപ്പാടെ വല്ലാതായി. യാക്കോബ് വാഗ്ദത്തത്തിന് വിളിയുള്ളവനാ, വല്ലാതായി. പുള്ളി ഓടിപ്പോയതാ. സ്ഥലം മാറിയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പുള്ളി ഓർത്തു കേട്ടോ. സ്ഥലം മാറിയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്. പക്ഷെ സ്ഥലം മാറിയിട്ടും ചോർച്ച നിന്നില്ല. നമ്മളിത് രണ്ടാമത് വീണ്ടും എടുത്ത് പഠിക്കും മുന്നോട്ട് വരുമ്പോൾ, ഡെലിവറൻസിൻ്റെ സെക്ഷനിലേക്ക് കയറുമ്പോൾ. ഇപ്പം നമ്മൾ യാക്കോബിൻ്റെ മേലുള്ള കാവൽ മാത്രം ചിന്തിക്കുക. ചോർച്ച ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും ജീവൻ അപായത്തിൽപ്പെട്ടില്ല അധികം. പലരുടെയും വ്യക്തിപരമായ ജീവിതം ഇങ്ങനെ, പലരുടെയും ജീവിതത്തിൽ നന്മയൊന്നും ഉണ്ടാകത്തില്ല. അനുഗ്രഹത്തിൻ്റെ സമയമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോകും. പക്ഷേ ലൈഫിന് കേടൊന്നുമില്ല. ലൈഫ് ത്രട്ടനല്ല. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറയുന്ന വേർഡ് ലൈഫ് ത്രട്ടനല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ ഒരിക്കലും ഉണ്ടാകത്തില്ല, അനുഗ്രഹങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല, വളരാൻ പറ്റത്തില്ല. എവിടെയൊക്കെയോ പച്ച പിടിച്ചൊന്നും വരും, പക്ഷേ ഉള്ളതെല്ലാം കൊണ്ടുപോകും. പക്ഷെ ജീവിതത്തിന്
ലൈഫിന് ത്രട്ടൺ വരത്തില്ല. ചിലരുടെ ലൈഫിൽ ത്രട്ടണും ഉണ്ട്, ലൈഫ് ത്രട്ടണും ഉണ്ട്. ഓക്കെ, അങ്ങനെ യാക്കോബ് 20 വർഷം എത്തിയപ്പോൾ ഒരു ദിവസം താനൊരു തീരുമാനിച്ചു, പോവാ, ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് ബഥേലിലേക്ക് പോവാ എന്ന് തീരുമാനിച്ച് താന് തൻ്റെ ബാക്കിയുള്ള ആടിനെയും തൻ്റെ ബാക്കിയുള്ള സമ്പത്തിനെയും ആ ലാബാൻ മോഷ്ടിച്ചുകൊണ്ട് പോയതിൻ്റെ ബാക്കിയുള്ളത് എല്ലാം, ഭാര്യമാരെയും ആ വേലക്കാരെയും ആടിനെയും എല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് പുള്ളി അമ്മായിപ്പനെ തോപ്പിച്ച് ഓടിപ്പോന്നു. ഓടി ഒരു 3 ദിവസത്തെ വഴിയെത്തി. 3 ദിവസത്തെ വഴി എത്തിയപ്പോഴാണ് ലാബാൻ അറിയുന്നത് യാക്കോബ് തന്നെ തോൽപ്പിച്ചു പോയി. ലാബാൻ എന്തെടുത്തെന്ന് അറിയാമോ? ഒരു 7 ദിവസത്തെ വഴി അങ്ങ് പിന്തുടർന്നു. ആ പിന്തുടരുന്ന കൂട്ടത്തിൽ പുള്ളി ഒറ്റയ്ക്കല്ല വന്നേ, പുള്ളി തന്നെ കൊന്നുകളയാൻ, ബൈബിളിൽ എഴുതിയേക്കുന്ന വേർഡ് ഇങ്ങനെ, ദോഷം ചെയ്യാനുള്ള ആളൊന്നാ, തന്നെ കൊന്നുകളയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ സംഘവുമായിട്ടാണ് ലാബാൻ വരുന്നത്. അതിനുള്ള എല്ലാ സന്നാഹവുമായിട്ടാണ് വരുന്നത്. ഇവനെ കൊന്നുകളയുക, ഇവനെ ആടിനെ കൊണ്ടുവരിക, ഇത്രയേ ഉള്ളൂ പുള്ളിയുടെ ചിന്ത. പുള്ളിക്ക് പെൺമക്കളെക്കുറിച്ച് പോലും ചിന്തയില്ല. ആടിനെ കൊണ്ടുവരിക, ആടെന്നുള്ളൊരൊറ്റ ചിന്തയുള്ളായിരുന്നു പുള്ളി ഇങ്ങനെ ഓടി വന്ന് യാക്കോബ് എന്തു പറ്റുന്നറിയോ? ഒരു മല കടന്നു. ആ മലയുടെ പേര് ഗിലയാദ്. ആ മല കടന്നു. മലയുടെ അങ്ങേ ചരുവിൽ പോയി യാക്കോബ്, അയ്യോ രക്ഷപ്പെട്ടല്ലോ, ഈ പർവ്വതം എന്നെ സൂക്ഷിച്ചല്ലോ, ഇങ്ങേപ്പുറത്ത് ഞാൻ വന്നല്ലോ എന്ന് ഓർത്ത് യാക്കോബ് അവിടെ കൂടാരമടിച്ച് അവിടെ അങ്ങ് താമസിച്ചു. ഇനി ആരും കാണത്തില്ലല്ലോ. പക്ഷെ യാക്കോബ് അറിയാതെ അങ്ങേ വശത്ത് ലാബാൻ വന്നു. ലാബാൻ വന്നപ്പോൾ ലാബാന് മനസ്സിലായി അപ്പുറത്ത് യാക്കോബുണ്ട്. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പോലീസ് ബുദ്ധിയിലും എല്ലാം മനസ്സിലായി കാണും, അപ്പുറത്ത് യാക്കോബുണ്ട്, മനസ്സിലായി. അപ്പം പുള്ളി തീരുമാനിച്ചു, നാളെ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് ചെല്ലുക, യാക്കോബിനെയും എൻ്റെ മക്കളെ എല്ലാം കൊല്ലുക, എൻ്റെ ആടിനെയും കൊണ്ട് തിരിച്ചു പോരുക എന്ന് പുള്ളി തീരുമാനിച്ച് സന്തോഷിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് അവിടെ കിടക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ ചിത്രീകരണം ഒന്ന് വരട്ടെ. ഒരു സൈഡിൽ യാക്കോബ് ഒന്നും അറിയാതെ ഉറങ്ങുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യാക്കോബ് ഒന്നും അറിയാതെ ഉറങ്ങുന്നു. മറ്റേ സൈഡിൽ ലാബാൻ എല്ലാം പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങുന്നു. ഈ മലയുടെ നിങ്ങളുടെ അതൊന്നും മനസ്സിലാക്കണം. ഒരു ചരുവിൽ ഒരാൾ, അടുത്ത ചരുവിൽ ഒരാൾ. യാക്കോബിന് ഇതൊന്നും അറിയത്തുപോലുമില്ല. പക്ഷെ മുകളിൽ ഇരുന്ന് ദൈവം രണ്ടിനെയും കണ്ടു. അന്ന് രാത്രി സ്വപ്നത്തിൽ ദൈവം അരാമ്യനായ ലാബാന്റെ അടുക്കിലോട്ട് വന്നു. ആ വേർഡാണ് നിങ്ങൾ വായിച്ചത്. ഒന്നും കൂടെ വായിക്കാമോ? അന്ന് രാത്രി സ്വപ്നത്തിൽ, ഇത് യാക്കോബ് അറിയുന്നേ ഇല്ല, അരാമ്യനായ ലാബാന്റെ അടുക്കിലേക്ക് ദൈവം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ദൈവം പറയാ, എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമിനായ ലാബാന്റെ അടുക്കൽ വന്ന അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. കണ്ടോ? നീ എൻ്റെ ദാസനായ യാക്കോബിനോട്, താഴോട്ട് വായിക്കുമ്പം കാണാം, നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഈ വേർഡൊക്കെ ഭയങ്കര ഡെലിവറൻസ് കൊണ്ടിരുന്ന. ഇവൻ കത്തിക്ക് മൂർച്ച കൂട്ടി രാത്രിയെല്ലാം രാഗി റെഡിയാക്കി വെച്ചിരുന്ന ലാബാൻ. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഒരൊറ്റ വാക്ക് കിട്ടിയപ്പോൾ തന്നെ, എൻ്റെ ഭാഷ പറഞ്ഞ ഇവൻ്റെ കത്തിയൊക്കെ തെറിച്ചു പോയി കാണും. കാരണം വചനം പലതിനെ നിഷ്ഫലമാക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെതിരെയുള്ള എല്ലാ കുടിയിരുപ്പുകളെയും, നിങ്ങൾക്കെതിരെയുള്ള എല്ലാ കൂട്ടുകെട്ടുകളെയും, നിങ്ങൾക്കെതിരെ ഉള്ള എല്ലാ അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെയും യേശുവിൻ്റെ വചനത്താൽ ഇപ്പോൾ എല്ലാ കുടുംബങ്ങളുടെ മീതെ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യാക്കോബ് ഒന്നും അറിഞ്ഞില്ല, അതുപോലെ നമ്മളും അറിഞ്ഞിട്ടില്ല പലതും, കേട്ടോ. യാക്കോബ് ഒന്നും അറിഞ്ഞില്ല. ആ കത്തിയും എല്ലാം തെറിച്ചു പോയി. അവൻ വല്ലാതായി കാണും. ലാബാൻ അങ്ങോട്ട് ഓടിച്ചെന്ന്, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓടിച്ചെന്ന് കൊല്ലാൻ വന്നവൻ നീണ്ടുപോയി കെട്ടിപ്പിടിക്കുന്നു. യാക്കോബിനെ കെട്ടിപ്പിടിച്ച് തൂരെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരു 3-4 ഉമ്മ കൊടുത്തു. തൻ്റെ മക്കളെ എല്ലാം പിടിച്ച് താൻ ചുംബിച്ചു. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ലാബാൻ ഒരു ചോദ്യം ചോദിക്കുക, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്താടാ എന്നോട് പറയാതെ പോയത്? എന്നോട് പറഞ്ഞിട്ട് പോയായിരുന്നു. ബൈബിൾ എഴുതിയേക്കുന്ന അങ്ങനെ, ഞാൻ വീണ, കിന്നരം, മുരതകം, ബാൻഡ് മേളം എഴുതിയിട്ടില്ല, ഇതെല്ലാം കൊണ്ട് ഞാൻ നിന്നെ വാദ്യഘോഷത്തോടെ ഞാൻ നിന്നെ യാത്ര അയക്കത്തില്ലായിരുന്നു. എൻ്റെ മക്കളെയൊക്കെ എനിക്കൊന്ന് ചുംബിച്ച് യാത്ര അയക്കാൻ നീ എന്നോട് എന്താടാ പറയാതെ പോയെ? യാക്കോബ് ഓർത്ത് കാണും, ഇങ്ങനെ നല്ലൊരു അമ്മായിപ്പനെ എവിടെ കിട്ടും, അല്ലേ? ഇത്ര നല്ലൊരു അമ്മായിപ്പനെ എവിടെ കിട്ടും? യാക്കോബ് ഓർത്ത് കഷ്ടം, ഈ പുള്ളിയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ
എന്നോർത്ത് യാക്കോബ് ഇരിക്കുക. പക്ഷെ ലാബാൻ പറഞ്ഞ എന്തുവാ, നിന്റെ മക്കളെയൊക്കെ ചുംബിക്കത്തില്ലായിരുന്നോ മോനെ, നിന്നെ ചുംബിക്കാൻ വേണ്ടി ഇത്രയും നേരം ഇത്രയും ദൂരം ഞാൻ വന്ന 3 ദിവസത്തെ വഴി. യാക്കോബ് ഓർത്ത് യാക്കോബ് ഏറ്റവും നല്ല അമ്മായിപ്പനെ കിട്ടിയെന്ന്. പക്ഷെ യാക്കോബിന് അറിയത്തില്ലായിരുന്നു ആ പുള്ളി നിന്നെ കൊല്ലാൻ വന്നതാ, കൊല്ലാൻ വന്നതാ. കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കൂ. എന്നിട്ട് യാക്കോബ് അവിടെ പറയുന്നുണ്ട്, ലാബാൻ തന്നെ പറയുന്നുണ്ട്, നിന്റെ പിതാക്കന്മാരുടെ ഭയമായവൻ ഇന്നലെ എന്നെ തടഞ്ഞു. നിന്റെ പിതാക്കന്മാരുടെ ഭയമായവൻ ഇന്നലെ എന്നെ തടഞ്ഞു, അല്ലെങ്കിൽ നിന്നെ ഞാൻ തകർത്ത് കളഞ്ഞേനെ. കേട്ടോ, പിതാക്കന്മാരുടെ ഭയമായവൻ. നിങ്ങൾ മനസ്സിലാക്കി, ഈ യാക്കോബ് എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. എൻ്റെ കൂടെ മനസ്സിലാകുന്നവരുണ്ടെന്ന് പറഞ്ഞേ, ഈ ആമേൻ. യാക്കോബ് എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. ഏ യാക്കോബ് കിടന്ന് ഉറങ്ങി. പക്ഷേ എന്തു പറ്റിയെന്നറിയാമോ? യാക്കോബിനെ ഇസ്രയേൽ ആക്കിയിട്ടില്ല. യാക്കോബ് ഇസ്രയേൽ ആയിട്ടില്ല. എന്തു പറ്റിയെന്നറിയാം? ആ ഇസ്രയേൽ ആകേണ്ടിയവനെ കാക്കുന്നവൻ മയങ്ങിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ആമേൻ. യാക്കോബെ, നീ ഒന്നും അറിയാതെ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി. പക്ഷേ നിന്റെ മേലിൽ വാക്തത്വം കിടക്കുന്നുള്ളത് കൊണ്ട് നിന്നെ വിളിച്ചവൻ ഉറങ്ങിയിട്ടില്ല. അവൻ നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വം നിവർത്തിച്ചിട്ടേ, അവൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടേ അവന് വിശ്രമമുള്ളൂ. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. നിങ്ങൾ 121 സങ്കീർത്തനം കൂടെ ഒന്ന് നോക്കിക്കേ, ഒന്ന് ഓപ്പൺ ചെയ്തേ. 121 സങ്കീർത്തനം ഇതുപോലെ മറ്റൊരു പർവ്വതത്തിൻ്റെ കഥയാണ് കേട്ടോ. പക്ഷേ ആരോഹണ ഗീതം എന്ന് എഴുതിയിരിക്കുന്നത്, ഞാൻ അതിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആരോഹണ ഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെരുശലേമിലേക്ക് കയറിപ്പോകുമ്പോൾ, യെരുശലേമിൻ്റെ പർവ്വതം കയറുമ്പോൾ അവർ ആ പാടുന്ന പാട്ടാണ് ആരോഹണ ഗീതം എന്ന് പറയും. പക്ഷെ ഇത് അവിടെ പറയുന്നത് ആത്മാവില, ഒരു പർവ്വതത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒന്ന് വായിച്ച്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ എന്റെ ഉയർത്തും. കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ആ നിന്റെ കാൽ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ആ നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഇസ്രയേൽ, ഉറങ്ങുകയുമില്ല. നിഖിൽ ബ്രദറെ ഒന്ന് നിർത്തി നോക്കിക്കേ. ഇസ്രയേൽ ആരാ? ആരാ ഇസ്രയേൽ? ഈ യാക്കോബ്. യാക്കോബാ. യാക്കോബിന് ഇസ്രയേൽ ആയിട്ടില്ല. അല്പം കൂടെ ദൂരെ ചെന്ന് യാബോക്ക് കടവ് കടക്കുമ്പോഴാണ് പുള്ളി ഇസ്രയേൽ ആകുന്നത്. ആമേൻ. ഇപ്പൊ ഇസ്രയേൽ ആയിട്ടില്ല. എടാ, വാഗ്ദത്തത്തിന് വിളിയുള്ളവനെ, ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യാക്കോബെ, ഇന്നലെ ആമേൻ. രാത്രി നീ ഉറങ്ങി, നീ ഉറങ്ങി, നീ കൂർക്കം വലിച്ചുറങ്ങി. പക്ഷെ നിന്നെ കാക്കുന്നവൻ മയങ്ങിയിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ആ സങ്കീർത്തനം മൊത്തം നോക്കിക്കോ, മൊത്തം കാവല അല്ലേ. ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നിങ്ങൾ പറഞ്ഞ ആ സങ്കീർത്തനം മൊത്തം ദൈവത്തിൻ്റെ സുരക്ഷ എഴുതി വച്ചേക്കുക. യാക്കോബേ, യാക്കോബേ, നിന്നെ നീ നീ ഇസ്രയേൽ ആകാനുള്ളതിൻ്റെ കാരണം എന്താ? വഴിയിൽ നിന്നെ മുടിച്ചു കളയാൻ വന്ന പലതിൻ്റെയും കൈകളിൽ ദൈവം വിട്ടുകൊടുത്തില്ല. ഇന്ന് രാത്രിയിലും നിങ്ങൾ എന്നെ കേൾക്കുന്നവരിനകത്തുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന് നേരെ പിശാച് പലതരത്തിൽ തന്ത്രങ്ങളും അവൻ്റെ ആയുധങ്ങളും അവൻ്റെ പദ്ധതികളും ഒരുക്കി അല്ലേ. അവനെല്ലാം ചതിക്കുഴികൾ ഒരുക്കുമ്പം ദൈവം അതിനെയൊക്കെ ക്യാൻസൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഇന്ന് ഇവിടുന്ന് പ്രസംഗിക്കുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്ന് കേൾക്കാനുള്ളതിൻ്റെ കാരണം കർത്താവിൻ്റെ കാവൽ. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേ, ഈ കർത്താവാണ് എൻ്റെ പരിപാലകൻ ഒന്ന് പറഞ്ഞേ. ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറ, എൻ്റെ ദൈവം എൻ്റെ പരിപാലകനായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവൻ എൻ്റെ പരിപാലകൻ. എൻ്റെ ദൈവം എൻ്റെ പരിപാലകൻ, എൻ്റെ ദൈവം എൻ്റെ പരിപാലകൻ. പറഞ്ഞേ, എൻ്റെ ദൈവം എന്റെ എൻ്റെ ദൈവം എന്റെ പരിപാലകൻ, എൻ്റെ ദൈവം. പരിപാലകൻ. എന്റെ ദൈവം ഓ, എന്റെ പരിപാലകൻ. എന്റെ ദൈവം എത്ര എന്റെ എത്രയോ പരിപാലകൻ. നമ്മൾ അറിഞ്ഞുപോലുമില്ല. പല കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുപോലുമില്ല കേട്ടോ. ഒത്തിരി സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കർണാടകയിൽ നടന്നൊരു സംഭവം ഞാൻ പറയട്ടെ. കർണാടകയിൽ വർഷങ്ങൾക്ക് പുറകിൽ ഒരിക്കൽ കർണാടകയിൽ ദൊഡ്ഡണ്ണൻ എന്ന് പറഞ്ഞൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ദൊഡ്ഡണ്ണൻ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു കോളേജിൽ ഒരു പയ്യൻ ചെന്നു.
ചെന്നിട്ട് പറഞ്ഞു, ആ കോളേജിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഇവൻ ഇഷ്ടമാണ്. ആ പെങ്കൊച്ചിനെ എങ്ങനെങ്കിലും വശീകരിക്കാൻ എന്തോ മന്ത്രവാദം ചെയ്യാൻ ഈ മന്ത്രവാദിയുടെ അടുക്ക ചെന്ന, ദൊഡ്ഡണ്ണൻ്റെ അടുക്ക ചെന്ന. ആ പെങ്കൊച്ചാണെങ്കിൽ ഒരു ദൈവപൈതല. ആ മന്ത്രവാദി പറഞ്ഞു കൊടുത്തു, അവളുടെ മുടിയോ ഏതാണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. എങ്ങനെയോ ഇവൻ അവരുടെ കൂട്ടുകാരെയോ കൂട്ടുകാരികളെയോ സംഘടിപ്പിച്ച് ഇവൻ ആ പെങ്കൊച്ചിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ മോഷ്ടിച്ചെടുത്ത് ഈ മന്ത്രവാദികളെ കൊണ്ട് കൊടുത്തു. ദൊഡ്ഡണ്ണൻ അർദ്ധരാത്രിക്ക് മന്ത്രവാദം ചെയ്യുക, അർദ്ധരാത്രിക്ക് ആഴി കൂട്ടി താൻ മന്ത്രവാദം ചെയ്യുക. മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മോളൊന്നും അറിയുന്നില്ല, ഇതൊരു വിശ്വാസി, ഒരു ദൈവപൈതലാണ്. ഈ ദൊഡ്ഡണ്ണൻ ആഴി കൂട്ടി ഈ മകളെ തകർത്ത് കളയാനുള്ള മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവൻ്റെ ആഴിയുടെ അടുക്കലേക്ക് ഒരു ദൂതൻ ഇറങ്ങി. ആഴി കെട്ടുപോയിട്ട് ഈ ദൊഡ്ഡണ്ണനോട് പറഞ്ഞു, തൊട്ടുപോയേക്കല്ല്, അത് എൻ്റെ മകൾ, എൻ്റെ മകളാ, തൊട്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. ഈ ദൊഡ്ഡണ്ണൻ നെടുമ്പാടെ അവിടെ വീണു. അന്ന് ആ പുള്ളി മാനസാന്തരപ്പെട്ടു. ആ പുള്ളി പിന്നെ കർത്താവിനെ അറിഞ്ഞു. ദൊഡ്ഡണ്ണൻ ഈ മകളൊന്നും അറിഞ്ഞില്ല. ഈ മകൾക്കെതിരെ രഹസ്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പല ആയുധങ്ങൾ അന്ന് രാത്രി നിഷ്ഫലമാക്കി കളഞ്ഞു കർത്താവ്. അന്ന് രാത്രി കർത്താവ് തകർത്ത് കളഞ്ഞു. നമ്മൾ ഓരോരുത്തരും നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇന്നലത്തെ ഉറക്കം പോട്ടെ, കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ ഉറങ്ങി. എത്രയെത്ര മേഖലകൾ യാത്ര ചെയ്തു. ഇവിടെയെല്ലാം ആരാ സൂക്ഷിച്ചേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ സൂക്ഷിച്ചത് കൊണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ പറയാം, നടന്ന കാര്യം പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. കോഴിക്കോട്ട് അടിവാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കോഴിക്കോട്ട് അടിവാരം ഒരു സ്ഥലമുണ്ട്. അവിടെ നടന്ന സംഭവം, ഞാൻ അവിടെ തന്നെ പോയി ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് അടിവാരത്ത് തന്നെ പോയി ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്. അതായത് അവരെന്നോട് ഇത് പറയുക, ഇത് നടന്ന സംഭവമാണ് ഈ കാര്യങ്ങളൊക്കെ. കോഴിക്കോട്ട് അടിവാരത്ത് ഒരു സംഭവം നടന്നു. ഈ അടിവാരത്ത് ഒരു പാവപ്പെട്ട ഒരു വീട്, ആ വീട്ടിൻ്റെ അടുക്കൽ കുറേ പറമ്പ് കിടപ്പുണ്ട് റോഡ് സൈഡിൽ. ഒരു മുസ്ലിമായ ഒരു പുള്ളി, ഒരു ബിസിനസ്സുകാരൻ ഈ പറമ്പെല്ലാം മേടിച്ചു. എന്നിട്ട് താൻ അളന്നെല്ലാം തിരിച്ച് എന്തൊക്കെയോ പ്രൊജക്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ആ സ്ഥലങ്ങളൊക്കെ മേടിച്ചു. പുള്ളി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ തൊട്ടടുക്കലുള്ള പുള്ളിയുടെ പറമ്പിൻ്റെ അടുക്കലുള്ള ഈ പാവപ്പെട്ട ദൈവവൈതലിൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വസ്തു വിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരണേ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കുന്നില്ല, ഞങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കൊടുക്കുന്നില്ല. അല്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടേ കൊടുക്കാവെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെയും വന്നു. ഈ ബിസിനസ്സുകാരൻ പിന്നെയും വന്നിട്ട് പറഞ്ഞു, ഇത് വിൽക്കുന്നുണ്ടോ? പുള്ളിയുടെ സൗണ്ട് മാറി, പുള്ളിയുടെ ഭാവം മാറി. പുള്ളി പറഞ്ഞു, കൊടുത്തിട്ട് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു, ഈ ദേശം വിട്ടോളാൻ പറഞ്ഞു. ഇദ്ദേഹം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആ പാവപ്പെട്ട കുടുംബം പറഞ്ഞു, ഞങ്ങൾ വിൽക്കുന്നില്ല സഹോദര, ഞങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ വിൽക്കുന്നില്ല, ഞങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹമില്ല. ഇദ്ദേഹം പിന്നെ വന്ന് ഭീഷണിപ്പെടുത്തി, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ട് പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇദ്ദേഹത്തിന് അവിടെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണം. പുള്ളിയുടെ പ്ലാൻ പ്രകാരം പണിയാൻ ഈ സ്ഥലവും കൂടെ വേണം. അതുകൊണ്ട് ഈ സ്ഥലം കവർന്നെടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ സ്ഥലം കവർന്നെടുക്കാൻ വേണ്ടി നോക്കുക. ഈ മനുഷ്യന്, ഈ ബിസിനസ്സുകാരൻ എന്തോ എടുത്തെന്നറിയാമോ? ഇദ്ദേഹം അവിടെ എവിടെയോ കോഴിക്കോട്ടോ മലബാറിലോ ഉള്ള ഒരു മന്ത്രവാദിയെ പോയി കണ്ടു. ആ മന്ത്രവാദിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബമുണ്ട്, 2 ആമക്കളുണ്ട് അവിടെ, ആ വീട് തകർത്ത് കളയണം, ആ വസ്തു എനിക്ക് വേണം. ആ മന്ത്രവാദി പറഞ്ഞു, 5 ദിവസം നിന്റെ വീട്ടിൽ വന്നിരുന്ന് ഞാൻ മന്ത്രവാദം ചെയ്യാം, ലക്ഷങ്ങൾ പറഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞു, 5-ാമത്തെ ദിവസമോ 6-ാമത്തെ ദിവസമോ ഈ വീട്ടിലോട്ട് ഞാനൊരു ശക്തി അയക്കും. ആ വീട്ടിലെ മൂത്ത മകന് ഭ്രാന്താവും. ആ മകൻ ദേശത്തോട് ഓടുമ്പം ചികിത്സയ്ക്ക് വേണ്ടി അവരാ വസ്തു വിൽക്കും. അത് നിനക്കും വരാൻ വേണ്ടി അങ്ങനെ ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. ഈ ബിസിനസ്സുകാരൻ പറഞ്ഞൊത്തിട്ട്, പാസ്റ്ററെ, ഈ വീട്ടുകാരറിയാതെ ഈ മന്ത്രവാദിയെ വീട്ടിൽ വിളിച്ചിരുത്തി മന്ത്രവാദം തുടങ്ങി. ഏതാ? മുസ്ലിം ബിസിനസ്സുകാരൻ. ഈ മറ്റേ പാവപ്പെട്ട വിശ്വാസികൾ ഇത് അറിയുന്നില്ല. മന്ത്രവാദം തുടങ്ങി. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എത്തി. 3-ാമത്തെ ദിവസം എത്തിയപ്പം ഈ വീട്ടുകാരറിയുന്നില്ല ഇത്. പത്തനംതിട്ടയിൽ
വാര്യാപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പത്തനംതിട്ടയിൽ വാര്യാപുരം എന്ന സ്ഥലമുണ്ട്. വാര്യാപുരത്ത് കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ഒരു ദൈവവൃത്യനുണ്ടായിരുന്നു. വാര്യാപുരം യോനാചായൻ എന്ന് പറയുന്ന ഒരു ശക്തനായ കേരളക്കരയിലുള്ള പ്രവാചകനുണ്ടായിരുന്നു, ഒരു ദൈവദാസനുണ്ടായിരുന്നു. ആ ദൈവവൃത്യനോട് ദൈവം ഒരു രാത്രി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി കോഴിക്കോട്ട് അടിവാരം വരെ ഒന്ന് പോകണം, അവിടെ എനിക്കൊരു വ്യവഹാരം നടത്താനുണ്ടെന്ന്. നീ കോഴിക്കോട്ട് അടിവാരം വരെ ഒന്ന് പോകണം, അവിടെ എനിക്കൊരു വ്യവഹാരം നടത്താനുണ്ട്. ഈ ദൈവമനുഷ്യൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി. രാവിലെ വെളുപ്പിനെ തന്നെ കുളിച്ചൊരുങ്ങി താൻ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് വന്ന് അന്നത്തെ സമയത്ത് കോഴിക്കോട് വന്നു. അന്ന് രാത്രിയിൽ വൈകിട്ടെങ്ങാണ്ട് അവിടെ വന്ന് ആ വീട്ടുകാരെ കണ്ടുപിടിച്ചു. വീട്ടിൽ ചെന്നു പ്രാർത്ഥന. ഈ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു. ആ ചർച്ചിലെ പാസ്റ്ററേയും വിളിച്ചു. പാസ്റ്റർ പെട്ടെന്ന് ആ ചർച്ചിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. ചുരുക്കം പേരേ ഉള്ളൂ. ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1-ാം ദിവസം പ്രാർത്ഥന തുടങ്ങി. ഉപവാസ പ്രാർത്ഥന 3 ദിവസമാണ്. 1-ാം ദിവസം പ്രാർത്ഥന തുടങ്ങി. ആരാധനയും ദൈവവചനവും ധ്യാനവും അഭിഷേകവും ഇതെല്ലാം നടന്നു. അന്ന് രാത്രി ഉറങ്ങി. 2-ാം ദിവസം 3-ാം ദിവസം മന്ത്രവാദിയുടെ 5-ാമത്തെ 6-ാമത്തെ ദിവസം, മന്ത്രവാദിയുടെ ഫൈനൽ ഡേയിൽ, മന്ത്രവാദത്തിൻ്റെ ഫൈനൽ ഡേ, ദൈവാത്മാവ് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ 3-ാമത്തെ ദിവസം ഈ വീട്ടിലെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. ഈ വാര്യാപുരം യോനാച്ച എന്ന് പറഞ്ഞ ദൈവവൃത്യം പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രിയിലും കൂടെ ഇവിടെ കിടന്നിട്ട് രാവിലത്തെ വെളുപ്പിനത്തെ ബസ്സിൽ എനിക്കങ്ങ് പത്തനംതിട്ടയ്ക്ക് പോകണം, വാര്യാപുരത്ത് പോകണം. അതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഇച്ചിരി മീറ്റിംഗ് കഴിഞ്ഞിട്ട് കഞ്ഞി തരണമെന്ന് പറഞ്ഞു. ആ ദൈവമനുഷ്യൻ കഞ്ഞിയും കുടിച്ചിട്ട് ഉപവാസവും ബ്രേക്ക് ചെയ്തു. എന്നിട്ട് രാവിലെ പോകാൻ വേണ്ടി ആ മനുഷ്യൻ കിടക്കുക. അർദ്ധരാത്രി എത്തിയപ്പം ദൈവാത്മാവ് തന്നെ തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ദൈവമനുഷ്യൻ എഴുന്നേറ്റ് മുഴങ്കാലിൽ നിന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. പാസ്റ്ററെ, കുറേ സമയം കഴിഞ്ഞു. ഈ ദൈവദാസൻ വെളുപ്പിനെയായി. ഇദ്ദേഹം അടുത്ത ബസ്സിന് ഇദ്ദേഹം പത്തനംതിട്ടയ്ക്ക് പോയി. അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ വെളി വരുന്നത്. എന്തോന്നറിയാമോ? ഈ മന്ത്രവാദി 5-6 ദിവസം താൻ ആവാഹിച്ചു വിളിച്ച ശക്തിയേറിയ ആ പൈശാചിക ശക്തി ഈ വീട്ടിലേക്ക് രാത്രി അയച്ചപ്പം വീടിൻ്റെ പരിസരത്ത് വരാൻ പറ്റുന്നില്ല. വീടിൻ്റെ മീതെ ഊരിപ്പിടിച്ച വാളുള്ള ദൂതൻ കാവൽ നിൽക്കുക, വരാൻ പറ്റുന്നില്ല. ഈ ശക്തി ഇവിടെ എന്ത് ചെയ്യാൻ വന്ന? ഈ വീട്ടിലെ മക്കൾക്ക് ഭ്രാന്തിടാൻ വന്നതാ. ഈ മക്കളെ വല്ലാതാക്കാൻ വന്നതാ. ഈ ശക്തി അന്ന് രാത്രി തന്നെ മണിക്കൂറുകൾക്കകം തിരിച്ചുപോയി. ഇങ്ങോട്ട് അയച്ചതിനെക്കാട്ടിലും സ്പീഡിന് അങ്ങോട്ട് പോയി. അങ്ങോട്ട് ചെന്ന് ആ മുസ്ലിം ബിസിനസ്സുകാരൻ്റെ മൂത്ത മോൻ്റെ മേലം കയറി. അവന് ഇവിടെ എന്തിടാൻ തീരുമാനിച്ചോ അത് അവിടെ അങ്ങ് സംഭവിച്ചു. ആ ചെറുക്കന് ഭ്രാന്തായി. അവൻ ദേശം വിട്ട് ഓടാൻ തുടങ്ങി. ദേശം വിട്ട് അവസാനം ആ മന്ത്രവാദി ഓടി. അവിടുന്ന് ആ ബിസിനസ്സുകാരനും ദേശം വിട്ട് പോകേണ്ടി വന്നു. നിനക്കെതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല, ദൈവം നിന്റെ സുരക്ഷയാണെങ്കിൽ. കേട്ടോ, ദൈവം നിന്റെ യാക്കോബേ, നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾക്കൊരു സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം പറ. ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും കാവലായതുകൊണ്ടാ അല്ലേ? പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ദൈവമക്കളെ മനസ്സിലാക്കണം, പകൽ സൂര്യൻ്റെ അകത്തുനിന്ന് ബാധിക്കാനുള്ള പലതും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. ചന്ദ്രനായാലും നിന്നെ ബാധിക്കത്തില്ലെന്ന് എഴുതിയതിൻ്റെ അർത്ഥം പലതും ബാധിക്കാനുണ്ട് കേട്ടോ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. അത് ചുമ്മാതെ പ്രാസം ഒപ്പിച്ച് എഴുതിയതല്ല. ആത്മമണ്ഡലം പഠിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവർക്കറിയാം അല്ലേ? എന്തിനാ ബൈബിളിൽ അവിടെ മാത്രമല്ലല്ലോ എഴുതിയേക്കുന്നത്, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇവയൊന്നും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 91-ാം സങ്കീർത്തനത്തിൽ എഴുതിയേക്കുക 4-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചേ. കാവല് കണ്ടോ? നമുക്ക് ആ സങ്കീർത്തനത്തിലോട്ടൊക്കെ വരാം. 91-ന്റെ 4-ാം വാക്യങ്ങളൊന്ന് വായിച്ചേ. 4 അല്ല, അത് മൊത്തം വായിക്കേണ്ടതാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ
യഹോവയെക്കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ആ അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും ആ നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ആ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ആ അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഓ അവന്റെ ജീസസ്. വിശ്വസ് അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. ആഹാ. രാത്രിയിലെ ഭയത്തെയും രാത്രിയിലെ പകൽ ഭയത്തെ മോനെ. പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ആ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഇതൊക്കെ എന്തിനാ എഴുതി വെച്ചത്? ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ട് എഴുതി വെച്ചതാണോ അതോ ചുമ്മാതെ എഴുതി വെച്ചതാണോ? ഏ എടാ, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ദൈവമക്കളെ, ബൈബിൾ എഴുതി വച്ചേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, സ്പിരിച്വൽ ലോയാ. ആത്മമണ്ഡലം തിരിച്ചറിയണം. ആത്മമണ്ഡലം തിരിച്ചറിയണം. ചില ഓരോത്തിനും രാത്രിയിലെ ഭയം. ചില ആൾക്കാർക്ക് രാത്രിയിൽ ഉറങ്ങാൻ ഇരുട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാ. രാത്രി മൊത്തം അവർ ലൈറ്റ് ഇട്ടുകൊണ്ട് കുത്തിയിരിക്കും. രാത്രി മൊത്തം കേട്ടോ, ഭയമാ. പകൽ പറക്കുന്ന അസ്ത്രം. എത്രയോ വ്യക്തികൾ, ഇപ്പം ഞാനൊരു സംഭവം കേട്ടോണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. നട്ടുച്ചയാകുമ്പോഴത്തേക്കിന് ഒരു സ്കൂളിലെ പിള്ളേർ മൊത്തം പേരുടെ മീതെ ബാധ വരും. പിള്ളേരെല്ലാം ഓടി ഗ്രൗണ്ടിൽ പോയി കിടന്ന് ഉരുളും. 1 മണിക്കൂർ 2 മണിക്കൂർ ഉരുണ്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ കയറി ക്ലാസ്സിൽ വന്നിരിക്കും. നട്ടുച്ചയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പർട്ടിക്കുലർ ഡേയിൽ പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇതൊന്നും നിന്നോട് തൊടത്തില്ല. അടുത്ത വേർഡ്, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. മോനെ, ആ സങ്കീർത്തനം മൊത്തം ദൈവത്തിന്റെ ശുരക്ഷയാണ്. മോശ എഴുതിയ സങ്കീർത്തനോ. എന്തിനാ ഈ മോശയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? എന്തിനാ ഈ കാവലിനെ കുറിച്ച് പാട്ട് പാടുന്നേ? 30 ലക്ഷം ജനത്തെയും കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്ന മോശ എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ചുമ്മാതെ എഴുതിയേക്കുന്നതാണോ? അല്ല ദൈവമക്കളെ, അല്ല. ദൈവജനം, ഇന്ന് ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന, ഫെയ്ത്ത് ചർച്ചിൽ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾക്ക് ഉയരാൻ പറ്റത്തില്ല. എന്നും ചോർച്ച കാണത്തില്ല. ഒരു സൈക്കിൾസ് കാണും, ഒരു പർട്ടിക്കുലർ സൈക്കിൾസ് കാണും. അതെല്ലാം ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ സത്യം വെളിപ്പെടുമ്പോൾ അതെല്ലാം ബ്രേക്ക് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവയെല്ലാം ബ്രേക്ക് ആകട്ടെ, അവയെല്ലാം ബ്രേക്ക് ആകട്ടെ. എത്ര പവർഫുള്ളാണ്, എത്ര പവർഫുള്ളാണ്. നോക്കിയേ, യാക്കോബിനോട് നമുക്ക് ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. യാക്കോബേ, നീ വാക്തത്വമുള്ള നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് വാക്തത്വത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെക്കുറിച്ചുള്ള വാക്തത്വത്തിൽ എത്തുന്നിടം വരെ ദൈവം നിങ്ങളുടെ സുരക്ഷയായി തീരട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവം നിങ്ങളുടെ സുരക്ഷയായി തീരട്ടെ. ദൈവം നിങ്ങളുടെ സുരക്ഷയായി തീരട്ടെ. ദൈവം നിങ്ങളുടെ സുരക്ഷയായി തീരട്ടെ. കേട്ടോ, ദൈവം നമ്മുടെ സുരക്ഷയായി തീരട്ടെ. യാക്കോബിനെ സൂക്ഷിച്ച ദൈവം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനെ സൂക്ഷിച്ച ദൈവം നമ്മുടെ ലൈഫിലും സ്വർഗീയ കാവൽ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാത്രി സ്വർഗീയ കാവൽ ദൈവജനത്തിൻ്റെ മീതെ വെളിപ്പെടട്ടെ. ദൈവജനത്തിൻ്റെ മീതെ സ്വർഗീയ കാവൽ വെളിപ്പെടട്ടെ. നമുക്ക് അടുത്ത ലെവലിൽ നമുക്ക് നോക്കാം. കർത്താവിൻ്റെ കാവൽ വെളിപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു പോവാം. ഇത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുക്കുന്നില്ല. ഇസ്രയേൽ എന്ന് പറഞ്ഞ ജനം, അവര് മിസ്രൈമിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ 2 സ്ഥലത്താണ് അവർ പാർത്തുകൊണ്ടിരുന്നത്. 2 സ്ഥലത്ത്. ഒരു സ്ഥലം എന്ന് പറയുന്നത് റംസേസ് എന്ന സ്ഥലത്തിൻ്റെ പേര്, മറ്റേ സ്ഥലത്തിൻ്റെ പേര് ഗോഷൻ എന്ന, റംസേസ് ഗോഷൻ. 2 സ്ഥലത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥലത്ത് വെച്ച് അല്ലേ, ആ പല ബാധകൾ സംഭവിക്കുമ്പം ദൈവം അവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തതെന്ന് നമുക്കൊന്ന് വായിക്കാം. ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 22-23 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം.
ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എന്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്തെ അന്നു ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. ആ എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വയ്ക്കും. ആ കണ്ടോ, അവിടെ കണ്ടോ, ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്ത് അന്ന് നായീച്ച വരാതെ ഞാൻ വേർതിരിക്കും. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ ഒരു വ്യത്യാസം വെക്കും. ആ നാളെ ഈ അടയാളം ഉണ്ടാകും. മിസ്രൈം എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യമാണ്. കൊച്ചു രാജ്യമൊന്നുമല്ല, വലിയ രാജ്യമാണ്. ഈ രാജ്യം മൊത്തം നായീച്ച പറന്നു. നായീച്ച തന്നെയല്ല, ഈ ഓരോ തരത്തിലുള്ള ഇതായീച്ചയും തവളയും ഇതെല്ലാം ബാധകൾ, 10 ബാധകൾ വന്ന നിങ്ങൾക്കറിയാം. ഓരോന്നോരോന്ന് വന്നു. പക്ഷേ ഇതെല്ലാം വന്നപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം ഈ നായീച്ച പറക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഒരു സ്ഥലത്ത് മാത്രം നായീച്ച പറക്കാൻ പറ്റുന്നില്ല. നായീച്ച അങ്ങോട്ട് കയറിയില്ല. ഗ്ലാസ് സീലിങ്ങിനകത്ത് ഇരിക്കുന്നത് പോലെ ഗോശൻ ദേശത്ത് ഇസ്രായേൽ മക്കളിരുന്നു. നിങ്ങൾ പറ, ഒരു ഈച്ചയ്ക്ക് അതുവഴി പറക്കാൻ പറ്റാത്തതുപോലെയുള്ള ദൈവത്തിൻ്റെ സുരക്ഷ അവിടെ കൊടുത്തെങ്കിൽ, ഓ ഗോഡ്, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഒരു ഈച്ചയ്ക്ക് പറക്കാൻ പറ്റാത്ത പോലെ, ഒരു ഈച്ചയ്ക്ക്. പക്ഷേ ഈച്ചയ്ക്ക് അങ്ങോട്ട് പറക്കാൻ പറ്റിയില്ല. ദൈവം ആ വ്യത്യാസം വെച്ചു. നിങ്ങളോട് മറ്റൊരു അല്പം കൂടെ ഒന്ന് ആഴത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഇതിനെ ആരായിരിക്കും അതിനെ തടഞ്ഞത്? ആരായിരിക്കും? ആ പഞ്ചായത്തിൻ്റെ ആ ആ മുനിസിപ്പാലിറ്റിയുടെയോ വാർഡിൻ്റെയോ ഗോശൻ്റെ വാർഡിൻ്റെ മുന്നേ പോയി മോശയായിരുന്നോ തടഞ്ഞേ? പട്ടണവാതിലോട്ട് കയറാതെ മോശയാണോ തടഞ്ഞേ? ഈ മോശ തടയാൻ നോക്കി എത്ര തടയാൻ പറ്റും? 6 അടിയോ ഉള്ള മനുഷ്യൻ എത്ര തടയാൻ നോക്കിയാൽ പറ്റും? പക്ഷെ ഞാൻ പറയാം ആരാ തടഞ്ഞെന്ന്. ആരാ തടഞ്ഞെന്ന് പറയാം. ആരാ തടഞ്ഞെന്നറിയാമോ? പർവ്വതത്തിൽ വെച്ച് മോശനെ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പോ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന്. നീ പോ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന്. ആ സർവശക്തിയുള്ള എൽഷദായ് അല്ലെങ്കിൽ യാവേ, അവൻ ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്നാൽ ഒരു ഈച്ച പോലും ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നിടത്ത് പറക്കത്തില്ല. അവിടെ എഴുതിയേക്കുന്ന വേർഡ്, എൻ്റെ ജനത്തിന് നിന്റെ ജനത്തിനും മധ്യേ ഞാൻ വ്യത്യാസം വെക്കും. അവിടെ 24-ാമത്തെ വാക്യം വായിച്ച്, യഹോവ അങ്ങനെ തന്നെ ചെയ്തു. അനവധി നായീച്ച ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രയീം ദേശത്ത് എല്ലായിടത്തും വന്നു. വന്നു. ആ വായിച്ചു. നായീച്ചയാൽ ദേശം നശിച്ചു. നായീച്ചയാൽ ദേശം നശിച്ചു. ആ അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു, ആ നിങ്ങൾ പോയി ദേശത്ത് വെച്ചു തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. ആ അതിന് മോശെ, അങ്ങനെ ചെയ്തുകൂടാ, മിസ്രയീമർക്ക് അറുപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം മതി മതി കഴിക്കേണ്ടി മതി വരുമല്ലോ. മതി ബ്രദറെ. നായിച്ച പറവോന്റെ കൊട്ടാരത്തിൽ വരെ കയറി. പക്ഷേ പാവപ്പെട്ട ദൈവമക്കൾ പാർത്ത കൂടാരം, ഗോശൻ ദേശത്ത് ഇവരെല്ലാം കൂടാരത്തിലായിരുന്നു. ഏ അവിടെ കയറിയില്ലെന്ന് പറഞ്ഞാൽ ഇതാര് പ്രൊട്ടക്റ്റ് ചെയ്തു? പക്ഷേ ആ എന്തോ പ്രൊട്ടക്ഷനാ! ഏത് 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 എന്ത് ടെക്നോളജി ഉപയോഗിച്ചേ? ഒരു 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 ഗോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ഥലം കേട്ടോ, ഭയങ്കര സ്ഥലം. റംസേസ് ഗോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സ്ഥലം. 1-2 ലക്ഷം പേരല്ല, 30 ലക്ഷത്തോളം വരുന്ന ജനം പാർക്കുന്ന അവരുടെ മൃഗസമ്പത്ത് പാർക്കുന്ന സ്ഥലത്ത് ഒരു ഈച്ച കയറിയില്ല, നായീച്ച കയറിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ ദൈവത്തിൻ്റെ കാവല. ഇന്ന് രാത്രിയിലും ഞാൻ ഇതേ വാക്ക് പൂർണ്ണമായി വചനം ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക, നിങ്ങളുടെ ജീവിതത്തിലും ഒരു ബാധ അടുക്കത്തില്ല, ഒരനർത്ഥം അടുക്കത്തില്ല. ഇന്ന് പറഞ്ഞാൽ ഒരു വൈറസ് അടുക്കത്തില്ല, ഒരു വൈറസ് അടുക്കത്തില്ല, ബാക്ടീരിയകൾ അടുക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ സുരക്ഷ നിങ്ങളുടെ മീതെ ഇറങ്ങി വന്നാൽ, നിങ്ങൾ ആ സുരക്ഷയെ ഈ ദിവസങ്ങളിൽ എനേബിൾ ചെയ്താൽ, നിങ്ങളുടെ ലൈഫ് ഏതൊക്കെ മേഖലകളിൽ കൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കാവൽ ശക്തമായി നിങ്ങളുടെ മീതെ വെളിപ്പെടും. ദൈവത്തിൻ്റെ കാവൽ. ഒരു നായീച്ച വന്നില്ലെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നായീച്ച, ഞാൻ ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നോർമലി ഞാനത് പഠിപ്പിക്കുമ്പം ഓഫ്ലൈനിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അത് ഈ
അതിൻ്റെ ആ സിസ്റ്റങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്ന. അടുത്ത വാക്യം വായിച്ച് 9:6 വായിച്ച്, പുറപ്പാട് 9:6 വായിച്ച്, 9:6. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. ആ മിസ്രയീമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു, ആ ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. 4 വാക്യം വായിച്ച്. യഹോവ ഇസ്രായേലരുടെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഓ ഗോഡ്, ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകിയില്ല. കണ്ടോ? ഒരു ഭയങ്കര വ്യാധി വന്നു, മൃഗങ്ങളെല്ലാം ചത്തു. പക്ഷേ നിങ്ങൾ 6 വാക്യം കൂടെ വായിച്ചോ. അങ്ങനെ പിറ്റേ ദിവസം യഹോവ പിറ്റേ ഈ ദിവസം കാര്യം ചെയ്തു. ചെയ്തു. മിസ്രയീമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു, ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഉഫ്. ഫറവോൻ ആളയച്ചു, ഇസ്രായേലരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. ഉം. എന്താ എങ്കിലും ഇനി അടുത്തത് 26 വാക്യം വായിച്ചേ. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്തു മാത്രം കന്മഴയുണ്ടായില്ല. 25 തൊട്ട് വായിച്ചേ. മിസ്രൈം ദേശത്ത് എല്ലായിടും ഇസ്രായേൽ മനുഷ്യരെയും ദേശത്ത് മൃഗങ്ങളെയും. എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിൽ ഇരുന്ന സകലത്തെയും കന്മഴ സംഹരിച്ചു. കന്മഴ വയലിൽ ഉള്ള സകലത്തെയും നശിപ്പിച്ചു. പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്തു കളഞ്ഞു. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്തു മാത്രം കന്മഴ ഉണ്ടായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൃഗങ്ങൾ ചത്തില്ല, പറമ്പിലെ വൃക്ഷങ്ങൾ തകർന്നില്ല. വൃക്ഷങ്ങളെ പോലും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. ഏ ഞാനൊരു ഭോഷനെ പോലല്ല, പൂർണ്ണ ബോധ്യത്തിലും സുബോധത്തിലും പറയാം. യേശുവിൻ്റെ കാവൽ നിന്റെ മീതെ ഇറങ്ങി വന്നാൽ നിനക്കുള്ള സകലത്തെയും ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ഇന്ന് രാത്രിയിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ക്ലെയിം ചെയ്തു. നിന്റെ അനുഭവം മൂക്കാതെ അത് പോകത്തില്ല. നിന്റെ നന്മ, വയലിലെ നന്മ അത് പോകത്തില്ല. ഏ ചില ചില പറമ്പിലെ, വയലിലെ, അല്ലെങ്കിൽ കൃഷിയുടെ വൃക്ഷത്തിൻ്റെ ഫലം അതങ്ങോട്ട് പൂത്ത് കായ്ച്ചു അങ്ങോട്ട് മൂക്കാൻ തുടങ്ങുമ്പോൾ അത് ചിലരുടെ ആണെങ്കിൽ എല്ലാം ഒരു മഴ വന്നു അല്ലെ എന്തെങ്കിലും വന്നു മൊത്തം പോയി. ഇല്ല, നിന്റെ ജീവിതത്തിനകത്തുള്ള സകലതും പ്രൊട്ടക്റ്റ് ചെയ്യും ദൈവം. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. മിസ്രൈം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഗ്രഹിച്ചു. കൽമഴ വയലിലുള്ള സകല സസ്യത്തെ നശിപ്പിച്ചു, പറമ്പിലെ വൃക്ഷത്തെ ഒക്കെയും തകർത്ത് കളഞ്ഞു. 26 വാക്യം, ഇസ്രായേൽ മക്കൾ പാർത്ത ദേശത്ത്, ഗോശൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല. മാത്രം കൽമഴ ഉണ്ടായില്ലെന്ന്. എൻ്റെ ഭാഷ എന്തോ കാവല. ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങളുടെ ഫലം തരുന്ന എന്താകട്ടെ, ജോലിയാകട്ടെ, നിങ്ങളുടെ റിസോഴ്സ് തരുന്ന എന്താകട്ടെ, അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. സ്വീകരിക്കുക. നിങ്ങളുടെ ജോലി, ബിസിനസ്, നിങ്ങളുടെ വാഹനങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. പക്ഷേ ഉദാഹരണം, ഒരു വ്യക്തി പക്ഷേ 7 വർഷമോ 8 വർഷമോ 7 വർഷം എത്രയോ പർട്ടിക്കുലർ വർഷം എത്തി, പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടി എൻറ്റയർ ഒന്നിനും കൊള്ളാതെ തകർന്നു പോയി. അടുത്ത 7 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി ജോലി ചെയ്തിട്ട് വേറെ വണ്ടി എടുത്തു, എക്സാക്ട്ലി അടുത്ത വണ്ടി മൊത്തം പോയി. ഇങ്ങനെ പുള്ളി 2-3 പ്രാവശ്യം, ഒരു പാസ്റ്റർ, ദൈവദാസന തൻ്റെ ലൈഫിൽ വരുന്ന ഒരു സൈക്കിൾസ് ഉണ്ടായിരുന്നു. അത് മൊത്തം ഇതുപോലെ കാവലിനകത്തുണ്ടെങ്കിൽ നിന്റെ വൃക്ഷം, നിനക്ക് തരുന്ന ഫലം, നിന്റെ മൃഗസമ്പത്ത് ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. രാത്രി ദൈവമക്കളുടെ കാര്യങ്ങളെല്ലാം ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ. എനിക്ക് അങ്ങനെ കിടക്കുക എവരി ഏരിയകളിൽ. ഇനി പുറപ്പാട് പുസ്തകത്തിൻ്റെ അടുത്ത സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത വാക്യങ്ങളോട്ട് നോക്കിക്കോ. എത്ര വാക്യങ്ങൾ. 26, 10:21 തൊട്ട് വായിച്ചേ. പുറപ്പാട് 10:21 തൊട്ട്. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു.
മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെ 3 ദിവസത്തേക്ക് ആ കൂരിരുട്ടുണ്ടായി. ആ 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. കണ്ടോ? ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. മിസ്രൈം മുഴുവനും, ഹോ, ആ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. മിസ്രൈം മുഴുവനും 3 ദിവസത്തേന് ഭയങ്കര കൂരിരുട്ട്. ഈ കൂരിരുട്ട് വന്നിട്ട് ആർക്കെങ്കിലും വന്നിട്ട് എന്താ എഴുന്നേറ്റൊരു വിളക്ക് കത്തിക്കാഞ്ഞേ? ഈ വിളക്ക് കത്തിച്ചാലും കത്തത്തില്ല വിളക്ക്. അതുപോലെ തിക്ക് ഡാർക്ക്നെസ് ആയിരുന്നു. തിക്ക് ഡാർക്ക്നെസ്. ആരെങ്കിലും വിളക്ക് കത്തിച്ചാൽ കെട്ടുപോകും. അതുപോലെ ഡാർക്ക്നെസ് ഇറങ്ങി വന്നേക്കുക. 3 ദിവസം ഒരുത്തൻ ഒരു സ്ഥലത്തുനിന്ന് എഴുന്നേറ്റില്ലെന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തോ ഡാർക്ക്നെസ് ഇറങ്ങി വന്നേ. 3 ദിവസം, അങ്ങനെയല്ലേ വായിച്ചത്? 3 ദിവസം അതെ, ഒരുവൻ ഒരിടത്തുനിന്ന് എഴുന്നേറ്റില്ല. 21 തൊട്ടല്ലേ അതെ. എഴുതിയേക്കുന്ന വേർഡ് ഇങ്ങനെ: സ്പർശിക്കത്തക്ക ഇരുളുണ്ടായി. സ്പർശിക്കത്തക്ക, തൊടാൻ പറ്റി എന്ന് വെച്ചാൽ വിളക്ക് കത്തിച്ചാലും കത്തത്തില്ല. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, 3 ദിവസത്തേക്ക് ഒരുത്തനും കാണും. 23-ാം വാക്യം വായിച്ച്: എന്നാൽ ഇസ്രയേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ. വെളിച്ചമുണ്ടായിരുന്നു. ആഹാ, അതെവിടുന്ന വെളിച്ചം കിട്ടിയേ? ഇസ്രയേൽ മക്കൾ പാർത്ത ഗോശനിൽ വെളിച്ചം കിട്ടി. മറ്റെങ്ങും വെളിച്ചമില്ലായിരുന്നു. ഇതെവിടുന്ന് വെളിച്ചം കിട്ടി? നിങ്ങൾ ഈ വേർഡ്, നിങ്ങൾ എല്ലാ ദൈവസഭകളിലുള്ളവർ ഇത് മനസ്സിലാക്കണം. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അഭിഷേകത്തോടുകൂടെ ഒരു മോശയെ, ഒരു പ്രവാചകനെ ദൈവം അവിടേക്ക് അയച്ചു. അഭിഷേകത്തോടുകൂടെ ഒരു വ്യക്തിയെ ദൈവം ഹോരേബിൽ നിന്ന് ഇവിടേക്ക് അയച്ചു. ആ വ്യക്തിയോട് കണക്റ്റഡായി നിന്ന സകല കുടുംബങ്ങളിലും വെളിച്ചം കയറി. ആമേൻ. അഭിഷേകത്തോട് കണക്റ്റഡായി നിന്നാൽ നിങ്ങളുടെ കുടുംബത്തിലും വെളിച്ചം കയറും കേട്ടോ. ദൈവം പകർന്ന അഭിഷേകത്തോടുകൂടെ കണക്റ്റഡായി നിൽക്കുക. എന്നും ദൈവമക്കൾ ഓർത്തോണം. ഇവിടെ വായിക്കുന്ന വേർഡ് ഇങ്ങനെ: എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. എടാ, പട്ടണം മുഴുവനും, രാജ്യം മുഴുവനും കൂരിരുട്ട് വ്യാപരിക്കുമ്പോൾ ആ കൂരിരുട്ട് നിന്റെ വീട്ടിൽ കയറത്തില്ല. ദൈവം നിന്നെ കണക്ട് ചെയ്ത അഭിഷേകത്തോടുകൂടെ നീ ചേർന്ന് നിൽക്കാമെങ്കിൽ, ദൈവം നിന്നെ കണക്ട് ചെയ്ത ആ വെളിച്ചത്തോട്, തേജസ്സോടുകൂടെ നീ ചേർന്ന് നിന്നാൽ, ആ വചനത്തിൻ്റെ അകത്തുള്ള അനുസരണം നിന്റെ അകത്ത് വെളിച്ചം കൊണ്ടുവരും കേട്ടോ. അഭിഷേകം ഒരു വെളിച്ചമാണ്. അഭിഷേകം ഒരു അനുഗ്രഹമാണ് കേട്ടോ. ദൈവമക്കളത് മറക്കല്ല്. ഇപ്പം നമുക്ക് മടങ്ങി വരാം. കൂരിരുട്ട് വന്നപ്പം കാവൽ കൊടുത്തെന്ന്. കൂരിരുട്ട് വന്നപ്പം അവൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ പ്രൊട്ടക്റ്റ് ചെയ്ത ആ ദൈവം ഈ രാത്രികളിൽ ദൈവജനം പാർക്കുന്ന കൂടാരങ്ങളുടെ മീതെ കർത്താവിൻ്റെ കാവൽ ഇറങ്ങി വരട്ടെ. കർത്താവിൻ്റെ ശക്തിയേറിയ കാവൽ ഇറങ്ങി വരട്ടെ. നമുക്ക് വീണ്ടും അടുത്ത കാവലിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 12:13. നിങ്ങൾ ഈ പാർക്കുന്ന വീടുകളിന്മേൽ രക്തമടയാളമായിരിക്കും. ഞാൻ നിങ്ങൾ രക്തം കാണുമ്പോൾ വായിച്ചു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷെ ഇന്ന് ദൈവം പറയുക, ഇത് മിസ്രൈം മുഴുവനും വരുന്നൊരു ബാധയാണ്. നിങ്ങൾക്ക് ആ ബാധ നിങ്ങളെ തൊടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണം. ഒന്നാമത്തെ ഫീസ്റ്റാ പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ ഫീസ്റ്റാ ആ പെസഹായുടെ ചട്ടമാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തമടയാളമായിരിക്കണം. അത് നിങ്ങൾ കൂട്ടത്തിൽ ചെയ്യേണ്ടതല്ല, നിങ്ങൾ ഓരോ കുടുംബമായിട്ട് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെട്ടിക്കിളി അതെല്ലാം വന്നപ്പോൾ ദൈവം നിങ്ങളെ വിടുവിച്ചു. നിങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ ഇതിന് നിങ്ങളുടെ വീടുകളിൽ രക്തം പുരട്ടേണ്ട ജോലി നിങ്ങളുടെ ജോലിയാണ്. ഇതൊരു വലിയ ആത്മിക പ്രമാണമാണ് ദൈവമക്കളെ. നമ്മുടെ വീടുകളും ഇതുപോലെ പ്രൊട്ടക്റ്റഡ് ആകണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുകൊട്ടൻ്റെ രക്തം എടുത്ത് തേക്കാനല്ല.
ഇന്ന് നമുക്ക് രക്തമല്ല, യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിലാണ് നമ്മൾ മറിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇസ്രായേൽ മക്കളെ ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. രക്തത്തിൻ്റെ അകത്ത്, ആട്ടുകൊറ്റൻ്റെ രക്തത്തിൽ നിങ്ങൾ മറയണം. നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ മേൽ രക്തം അടയാളമായിരിക്കണം. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോവും. അപ്പൊ രക്തം കണ്ടില്ലെങ്കിലോ? രക്തം കണ്ടില്ലേ ഒഴിഞ്ഞ് കടന്നു പോകത്തില്ല. ഞാൻ മിസ്രയീം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായിരിക്കത്തില്ല. കണ്ടോ? ആ വേർഡുകളൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അവരോട് ദൈവം ഇത് പുരട്ടാൻ പറഞ്ഞത്, രക്തം പുരട്ടാൻ പറഞ്ഞത് 3 സ്ഥലത്താണ്. കട്ടളക്കാലിൻ്റെ മേലും കുറുമ്പടികളുടെ മേലും. കേട്ടോ, അത് എബ്രായ കൾച്ചറുകളിൽ കൂടെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. 3 സ്ഥലത്താണ് ബ്ലഡ് പുരട്ടാൻ പറഞ്ഞത്, 3 സ്ഥലത്ത്. അതുപോലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണിക്കുന്നതാണ്. 3 സ്ഥലത്ത്, കേട്ടോ, 3 സ്ഥലത്ത് രക്തം പുരട്ടാൻ പറഞ്ഞു. അന്ന് രാത്രി രക്തം പുരട്ടി അവരകത്ത് കയറി ദൈവസന്നിധിയിൽ പെസക സെലിബ്രേറ്റ് ചെയ്തു. മിസ്രയീം മുഴുവനും സംഹാരദൂതൻ ഇറങ്ങി വന്നു. മിസ്രയീം മുഴുവനും മരണം നടന്നു. പക്ഷെ നിങ്ങൾ പറ, ബാധ ഇറങ്ങി വന്നിട്ട് രക്തം അടയാളമായി കണ്ട വീടുകളുടെ മേൽ ബാധ വന്നില്ല. ബാധ അവരെ എഴുതിയേക്കുന്ന വേർഡ് അതെ കണ്ടിട്ട് ഒഴിഞ്ഞുപോയി. അവിടെ ദൈവത്തിന്റെ ദൂതൻ അവിടെ കവർ ചെയ്തു. ഓ, ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ രക്തത്തിൽ ചിലത് മറയുമ്പോൾ മരണങ്ങൾ മാറിപ്പോകും. പട്ടണം മുഴുവനും മരണവും എല്ലാം വ്യാപരിക്കുമ്പോൾ, ദേശത്ത് മരണം വ്യാപരിക്കുമ്പോൾ, നിന്റെ കൂടാരത്തോട് മരണം അടുക്കത്തില്ല. നിന്റെ സ്ഥലത്തോട് മരണം അടുക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഓ, എൻ്റെ കർത്താവിൻ്റെ കാവൽ സകല വീടുകളുടെ മീതെ ഉണ്ടായിരിക്കട്ടെ. എന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊരു കഥയല്ല, ഇത് ബൈബിളിലെ ആത്മീക പ്രമാണമാ. നിങ്ങൾ ഏത് സ്ഥലത്തുള്ളവരായിരിക്കട്ടെ, നിങ്ങളുടെ വീടുകൾ യേശുവിൻ്റെ രക്തത്തിൽ ഈ രാത്രിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാം, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ. ഡോക്ടർ റിബേക്ക ബ്രൗൺ എന്ന് പറഞ്ഞൊരു ദൈവദാസിയുണ്ട്. ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തയായ ഒരു ദൈവദാസിയാണ്. സെയ്റ്റാൻ വർഷിപ്പേഴ്സിൻ്റെ ഹൈ പ്രീസ്റ്റ് ആയിരുന്ന ഹെലൈൻ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ വിടുവിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു മെഡിക്കൽ ഡോക്ടറാണ് ഡോക്ടർ റിബേക്ക ബ്രൗൺ. അവരുടെ ബുക്കുകളൊക്കെ ഒത്തിരി അവൈലബിളാണ്, അവരുടെ ബുക്കുകളൊക്കെ. ആ മകള് ഒരു ദിവസം പറയാം, ആ മകളുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന അറ്റാക്കുകൾ ഭയങ്കര അറ്റാക്കുകളാണ്. കാരണം സാത്താൻ്റെ ഹൈ പ്രീസ്റ്റ് ആയിരുന്ന ഒരു ലേഡിയെ വിടുവിക്കാൻ ദൈവം ഉപയോഗിച്ചതാണ്. അതുപോലെ സാത്താൻ്റെ ഏജന്റുമാരും ശക്തികൾ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക. ഒരു ദിവസം തൻ്റെ വീട്ടിൽ മൊത്തം ബുദ്ധിമുട്ടായി, തൻ്റെ വീട്ടിനകത്ത് മൊത്തം അലങ്കോലമായി. കാരണം പൈശാചിക ശക്തികളുടെ ഇൻഫ്ലുവൻസ് അതുപോലെയായിരുന്നു. കാരണം അതുപോലെ എല്ലാം തകർന്നു. താൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ തൻ്റെ വീട് മൊത്തം തകർത്തിട്ടേക്കുന്നു, വീടിനകത്ത് മൊത്തം. താൻ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടും തനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ അവശബ്ദവും ഭയങ്കരവും, ഓടുന്നതും ചാടുന്നതും, ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ മകൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വീടിനകത്ത് വരെ ഇപ്പം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ ആ മകളോട് പറഞ്ഞു, നീ വായിച്ചിട്ടില്ലേ മിസ്രയീമിൽ സംഹാരകനും ബാധയും ഇറങ്ങി വരുമ്പം ആ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചത് എന്തുവായിരുന്നുള്ള നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കർത്താവേ, അത് കുഞ്ഞാടിൻ്റെ രക്തമല്ലേ എടുത്ത് പുരട്ടാൻ പറഞ്ഞത്? അതെ, കുഞ്ഞാടിൻ്റെ രക്തം എടുത്ത് പുരട്ടാനാണ് പറഞ്ഞത്. ഈ മകൾ ചോദിച്ചു, കർത്താവേ, ഇപ്പം ഈ കുഞ്ഞാടിൻ്റെ രക്തമൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും, എങ്ങനെ പുരട്ടാൻ പറ്റും? അത് പഴയ നിയമത്തിലല്ലേ. കർത്താവ് ആ മകളോട് പഠിപ്പിച്ച ഒരു കാര്യം ആ ബുക്കിനകത്ത് ആ മകൾ എഴുതിയിട്ടുണ്ട്, ആ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. കർത്താവ് പഠിപ്പിച്ചു, പഴയ നിയമത്തിൽ അതിന് ചിത്രീകരണമായിട്ട് നിഴലായിട്ട് കാണിച്ചതാണ്. നീ പുതിയ നിയമത്തിൽ എൻ്റെ രക്തത്തിൻ്റെ ശക്തി നിന്റെ വായ് കൊണ്ട് പറഞ്ഞ് നീ അല്പം ഓയിൽ എടുക്കാൻ പറഞ്ഞു. ഓയിൽ എടുത്തിട്ട് എൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ ഈ എണ്ണ ശുദ്ധീകരിക്കപ്പെടാൻ നീ പറഞ്ഞിട്ട് ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട എണ്ണ കൊണ്ടുപോയി
നിന്റെ കട്ടളക്കാലിൻ്റെ മേലും കുറുമ്പടി മേലും തേക്കാൻ പറഞ്ഞു. ഈ മകള് കൊണ്ടുപോയി തേച്ചു. കട്ടളക്കാലുമേലും കുറുമ്പടി മേലും കൊണ്ടുവന്ന് തേച്ചു, കർത്താവിന് ഇൻസ്ട്രക്ഷൻ പോലെ. നിങ്ങൾ കേൾക്കണോ? അന്ന് രാത്രി കൊണ്ട് ആ വീടിനകത്തെ പല ശക്തികളും എല്ലാം ഇറങ്ങിപ്പോയിട്ട് മകള് പറയും, എൻ്റെ വീട് സ്വസ്ഥമായി അന്ന് രാത്രി കൊണ്ട്. അന്ന് രാത്രി ഈ മകൾക്ക് കേൾക്കാം, ആ മകളുടെ മതിലിന് വെളിയിൽ കൂടെ ഒക്കെ ഈ ശക്തികൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷെ അകത്തോട്ട് വരാൻ പറ്റുന്നില്ല, അകത്തോട്ട് വരാൻ പറ്റുന്നില്ല. എന്താ കാരണം? രക്തത്തിൻ്റെ അടയാളത്തിനകത്തൊരു വീട് മറഞ്ഞാൽ, രക്തത്തിൻ്റെ അടയാളത്തിനകത്ത്, പഴയ നിയമത്തിൽ അത് നിഴലായിട്ട് കാണിച്ചു, പുതിയ നിയമത്തിൽ നിങ്ങളുടെ നാവുകളെ തുറന്നു ഒരു പ്രോഫറ്റിക്കൽ ആക്ട് എന്ന വണ്ണം, ഒരു പ്രാവചനിക ക്രിയ എന്ന വണ്ണം എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീടുകളിൽ തേക്കും. നിങ്ങളുടെ വീടുകൾ പ്രൊട്ടക്റ്റഡ് ആകും. വിശ്വസിക്കുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഞാനതെൻ്റെ ലൈഫിൽ പലതും അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞാനത് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്. വീടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. വ്യക്തികൾക്ക് മാത്രമല്ല പ്രൊട്ടക്ഷൻ, നമ്മുടെ വീടുകൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ഇനി വീട് മാത്രമല്ല പ്രൊട്ടക്റ്റഡ്, നമ്മുടെ ദേശം പ്രൊട്ടക്റ്റഡ് ആകും. ബൈബിളിലുണ്ട്, ദേശത്തെ പ്രൊട്ടക്ഷനുണ്ട്, ദേശത്തിന് പ്രൊട്ടക്ഷനുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ വീടുകൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ഞാൻ രക്തം കാണുമ്പോൾ അത് മറഞ്ഞ് കടന്നു പോകും. മിസ്രൈമ്യർക്ക് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായിരിക്കത്തില്ലെന്ന്. അപ്പം നിങ്ങൾ രക്തം അടയാളമായി പുരട്ടിയില്ലെങ്കിലോ? ഇസ്രായേൽ മക്കൾ രക്തം ഒരാൾ അടയാളം പുരട്ടിയില്ലായിരുന്നു, എന്ത് പറ്റിയേനെ? അന്ന് രാത്രി ആ വീട്ടിൽ മരണം നടന്നേനെ. അന്ന് രാത്രി നമ്മളെ സൂക്ഷിക്കുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത, നമ്മൾക്ക് മുമ്പിൽ ഇന്ന് പരിശുദ്ധ രക്തം, യേശുവിൻ്റെ വിശുദ്ധ രക്തം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളുടെ മുറികളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം യേശുവിൻ്റെ രക്തം ഇറങ്ങി വരട്ടെ. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ഹൃദയം തുറന്ന് വിശ്വസിച്ചുകൊണ്ടൊന്ന് വായി കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റെ രക്തത്തിൽ മറയുന്നുവെന്ന് നിങ്ങൾ അവിടെ നിന്നൊന്ന് പറഞ്ഞേ. ഞാനും എൻ്റെ കുടുംബവും യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ മറയുന്നു. നിങ്ങളുടെ ജീവിതം പ്രൊട്ടക്റ്റഡ് ആകട്ടെ, പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ദേശത്ത് ബാധിക്കുന്ന ബാധയാകട്ടെ, ദേശത്തൂടെ സഞ്ചരിക്കുന്ന മരണമാകട്ടെ, ദേശത്തൂടെ സഞ്ചരിക്കുന്ന അനർത്ഥമാകട്ടെ, വഴികളിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളാകട്ടെ, ഇതൊന്നും ദൈവസഭയോട് അടുക്കത്തില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രാർത്ഥിച്ചാട്ടെ, നമുക്കിനി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതം പ്രൊട്ടക്റ്റഡ് ആകട്ടെ, പ്രൊട്ടക്റ്റഡ് ആകട്ടെ. നിങ്ങളുടെ നന്മകൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. നിങ്ങളുടെ കൃഷി പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ഇന്ന് നിങ്ങൾക്ക് കൃഷി കാണത്തില്ല. നിങ്ങളുടെ അധ്വാന ഫലം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ നന്മകൾ, വാഹനങ്ങൾ, വീട്, ജോലി, നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. പ്രാർത്ഥിച്ചേ. അവിടെ ഇരുന്ന് അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇസ്രായേൽ മക്കൾക്ക് കാവല് കൊടുത്തിട്ടാണ് ദൈവം ഇറക്കിയത് കേട്ടോ. കാവലില്ലാതല്ല ഇറക്കിയത്. ഇറക്കുന്നതിന് മുമ്പേ അവർക്ക് കാവലിൽ, രക്തത്തിൻ്റെ കാവലിൽ മറയപ്പെട്ടിട്ടാണ് ദൈവം അവരെ ഇറക്കിയത്. കേൾക്കുന്നവരുണ്ടോ? ഇസ്രായേൽ മക്കൾക്ക് കാവല് കൊടുത്തിട്ടാണ് ദൈവം ഇറക്കിയത്. ബൈബിളിലെ പ്രമാണം അങ്ങനെ. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ ഹവ്വായെ ആക്കുമ്പോൾ കാവല് കൊടുത്തിട്ടാ ദൈവം അവരെ ആക്കിയത്. ദൈവം അവർക്ക് ഉത്തരവാദിത്വം കൊടുത്തു. തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം നനയ്ക്കണം. തോട്ടം കാക്കണമെന്ന് ദൈവം പറഞ്ഞു. 3 കാര്യം കൊടുത്തത്: തോട്ടം നനയ്ക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം കാക്കണം. അവരെ തേജസ്സിൻ്റെ വസ്ത്രം ഉടുപ്പിച്ചു. അതുകൊണ്ട് ഇരുട്ടിന് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. തേജസ്സിൻ്റെ വസ്ത്രം അവരെ ഉടുപ്പിച്ചു. തേജസ്സിൻ്റെ വസ്ത്രം അവരെ ഉടുപ്പിച്ചു. ഇരുട്ടിൻ്റെ ശക്തികൾക്കൊന്നിനും അടുക്കാൻ പറ്റത്തില്ലായിരുന്നു. തേജസ് ഉടുപ്പിച്ചിട്ടാണ് ദൈവം അവരെ ആക്കിയത്. കാവലായിരുന്നു. വെളിച്ചം ഒരു കാവലാണ്. വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുളിന് വരാൻ പറ്റത്തില്ല കേട്ടോ. ഇരുളിന് അടുക്കാൻ പറ്റത്തില്ല. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്ക് അടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ വീടുകൾ യേശുവിൻ്റെ തിരുരക്തത്തിൽ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. യേശുവിൻ്റെ തിരുരക്തത്തിൽ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. ഉൽപ്പത്തി തൊട്ട് കാണാം, ഇസ്രയേൽ ജനത്തിനും തൊട്ട് അബ്രഹാമിനും ഇങ്ങനെ കാണാം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ കാണാം.
ഇസ്രായേൽ മക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അവരെ ഇറക്കിയത്, ഈ മരുഭൂമിയിലേക്ക് ഇറക്കിയത്, ഫറവോന്റെ അടുക്കൽ നിന്ന് വിടുവിച്ചത്. നിങ്ങൾ പറ, ബൈബിളിൽ ഇത്ര ഉൽപ്പത്തി വരെ, പുറപ്പാട് വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. വെളിപ്പാട് വരെ കിടക്കുക കേട്ടോ. പുറപ്പാടല്ല, വെളിപ്പാട് വരെ. വെളിപ്പാട് പുസ്തകം വരെ ദൈവത്തിൻ്റെ കാവല് കിടക്കുക. വെളിപ്പാട് പുസ്തകം വരെ എത്ര ആഴത്തിൽ പറഞ്ഞേക്കുക, പിശാചിൻ്റെ തന്ത്രങ്ങൾ വരാതിരിക്കണമെങ്കിൽ നീ എൻ്റെ കാവലിൽ മറയണം. ഇതറിയാതെ ഇരുന്നാൽ പല സമയത്തും ചോർച്ചകൾ സംഭവിക്കാം, പല സമയത്തും നഷ്ടങ്ങൾ സംഭവിക്കാം, പല സമയത്തും പല തരത്തിലുള്ള തകർച്ചകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ പലതും സംഭവിക്കാം. സാത്താൻ അടിച്ചു കളയാൻ ശ്രമിക്കാം. പക്ഷെ നീ ദൈവത്തിൻ്റെ കാവലിലാണെങ്കിൽ ഒരസ്ത്രവും നിനക്കെതിരെ ഫലിക്കത്തില്ല. ഒരസ്ത്രവും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അവിടെ ഇരുന്ന് അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ മീതെ കാവലായിട്ട് ഇറങ്ങി വരട്ടെ, വെളിച്ചമായി ഇറങ്ങി വരട്ടെ, ജീവനായി ഇറങ്ങി വരട്ടെ. റഖനിമര സന്തല പ്രഭു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ദൈവസഭയ്ക്ക് ചുറ്റും തീമതിലായി ഇറങ്ങി വരണം. ദൈവസഭയ്ക്ക് ചുറ്റും, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റും തീമതിലായി ഇറങ്ങി വരണം. ഇരുളിൻ്റെ ശക്തികളെ മുഴുവനും അടിച്ച് തകർക്കുന്നു. പാമ്പിൻ്റെ തലയെ തകർത്തവൻ യേശുവിൻ്റെ നാമത്തിൽ അവയെ തകർത്ത് കളയുന്നു. സാത്താന്യ ശക്തികളെ ഞങ്ങൾ വെട്ടിക്കളയുന്നു, വെട്ടിക്കളയുന്നു, വെട്ടിക്കളയുന്നു. അവയെ ഞങ്ങൾ വചനമെന്ന വാളിനാൽ വെട്ടിക്കളയുന്നു, വെട്ടിക്കളയുന്നു. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട്, ഞങ്ങളുടെ ശുശ്രൂഷകളോട്, നന്മകളോട്, വാക്തത്വങ്ങളോട് അടുക്കരുത്. ഇരുളിൻ്റെ സകല ശക്തികളെ തകർത്ത് കളയുന്നു. അങ്ങയുടെ സഭയെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഫെയ്ത്ത് മാൾട്ട ചർച്ചിനെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ദൈവസഭ, അങ്ങയുടെ തിരുസഭ, അപ്പോൾ ആ രക്തത്തിൻ്റെ അകത്ത്, യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിനകത്ത് പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അവിടെയുള്ള ഓരോ മക്കളും പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അവർക്കുള്ളതെല്ലാം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. സകല ഓപ്പണിങ്ങുകളും, ശത്രു ഒരുക്കുന്ന ഓപ്പണിങ്ങുകൾ തകരട്ടെ. ശത്രു ഒരുക്കുന്ന എല്ലാ വിടവുകളും വിള്ളലുകളും അടയട്ടെ. ജനം ഒരുമിച്ച് ദൈവത്തിൽ മുന്നേറട്ടെ. ഒരു വ്യക്തി പോലും സാത്താന് കയറി വന്ന് പ്രവർത്തിപ്പാനുള്ള കാരിയറായി തീരല്ലേ. കർത്താവെ, വിടവുകളെ അടയ്ക്കണമേ, കാവലിൽ മറയ്ക്കണമേ, കൃപയിൽ പൊതിഞ്ഞാട്ടെ. അടിയും പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. ദൈവസഭയെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യണമേ. മഹത്വം ദൈവം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കാവലിനകത്ത് നിങ്ങൾ ഓരോരുത്തരും, ദൈവസഭ പൊതിയപ്പെടട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.